അവനവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. ഓനൊന്നും പൊട്ടിക്കണം. ഏയ്, വണ്ടിയൊക്കെ നല്ല തുടച്ച് വൃത്തിയായി കേട്ടോ. എത്ര അളവ് തെറ്റി? അതൊക്കെ അറിയില്ലേ, കറക്റ്റ് അറിയില്ലേ? ഇനി ഞങ്ങൾ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. വണ്ടി ഒന്നുകിൽ അടവടയ്ക്കുക, അല്ലെങ്കിൽ വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും. ഈ ഇന്റർവ്യൂവിന് പോകണ്ട, അവിടെ പോകണ്ടോന്ന് ഞങ്ങൾ അറിയണ്ട. ഞങ്ങൾക്ക് എല്ലാ പേപ്പറും സൈൻ ചെയ്ത് തന്നീന്. അച്ഛനും അമ്മേന്റെ കാര്യം ഒന്നും പറയണ്ട. ഇനി വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഓ ശരി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നുള്ളതേ നിങ്ങളെ മോനോട് ചോദിച്ചു നോക്കി. ഞങ്ങളോടല്ല ചോദിക്കണ്ടേ. വണ്ടീന്റെ അടവടച്ചില്ല. ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആവൂല. അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിക്കളി. വാടാ. പണിക്ക് പോകാൻ പറ്റില്ലല്ലേ? വണ്ടി എടുക്കരുത്. ഒരു നാട്ടിലെ പോയി മോശമാക്കരുത്. പണിക്കും പോകാനോ വണ്ടിന് അടവ് അടക്കില്ല. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടല്ലോ, എനിക്ക് കിട്ടായിട്ടല്ലേ. എടാ എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത്? ഉണക്കൊക്കെ തിന്നാൻ തന്നെ നേരെ കൊണ്ടേ വാഴയ്ക്ക് 2 കിലോ വെള്ളം വെച്ചാൽ മതി. ആളെ കൊണ്ട് പറയിപ്പിക്കാൻ മോനത്ര മോൻ. പക്ഷെ ഞങ്ങള് എല്ലാത്തിനും മുന്നേ അങ്ങനെ കുറ്റം പറയരുത്. എപ്പോഴെങ്കിലൊക്കെ ഒരു നല്ലതെങ്കിലും പറയണം. എടാ മക്കളെ കൊണ്ട് നല്ലത് പറയണെങ്കിലേ നല്ലത് എന്തെങ്കിലും ചെയ്യണോ? അത് നല്ലത് ചെയ്തോ. ഓന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് അങ്ങനെ പറയേണ്ടി പോയി. മോശമായി പോയി. അച്ഛന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ പ്രശ്നമായത് ഇങ്ങനത്തെ കുറെ നായ്ക്കളുണ്ട് വണ്ടീനെ അടവടയ്ക്കാൻ നടക്കണേ. എല്ലാത്തിനും പിടിക്കും. എന്താ നമ്മുടെ വണ്ടിയിലുള്ളു? വണ്ടിയില് ചായ ഉണ്ടോ? അന്നെ തപ്പിട്ടേ കുറെ ദിവസമായി ഞാൻ നടക്കണ്. ഇതാരാ? എന്റെ കുടുംബക്കാരാ? കുടുംബക്കാരനല്ല, അത് സേട്ടുവിൻ്റെ ആളാണോ സംശയമുണ്ട്. ഇപ്പൊ ഈ വണ്ടീന്റെ അടവൊന്നും അടയ്ക്കില്ലേ? അടവ് 1-2 അടവറ്റ തെറ്റിന് പോകുന്നുണ്ട്. പശു സ്വന്തം വണ്ടീന്റെ അടവ് അടക്കി, എന്നിട്ട് വേണോ നാട്ടുകാരെ വണ്ടീനെ പിടിക്കാൻ? അത് ഞാൻ കൊടുക്കണല്ലേ? എന്താട്ടാ മാമനോടൊന്നും തോന്നല്ലേ? എന്റെ ഒരു മാമേ പൈസയെ ഫുള്ള് അടച്ചിട്ടേ വണ്ടി എടുത്തുകൊണ്ടാവാൻ പറഞ്ഞായി. വിളിക്കുവേ.